ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്ക് നല്ലൊരു അടിപൊളി ചമ്മന്തി റെഡിയാക്കിയാലോ. മുളക്, ചുവന്നുള്ളി, വെളുത്തുള്ളി, പിന്നെ നമ്മൾ ഈ ചമ്മന്തി കൂട്ടിയാൽ നമ്മൾ പ്ലേറ്റ് കാലിയാവുന്നതും ചോറിൻ്റെ ചെമ്പ് കാലിയാവുന്നതും അറിയില്ല കേട്ടോ. പിന്നെ ഒരു ഇഞ്ചിൻ്റെ പീസ്, പിന്നെ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള ഒരു പുളിൻ്റെ ഉണ്ട കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ അങ്ങോട്ട് മാറ്റി വെക്കുക. ആദ്യം ഇതൊക്കെ അങ്ങോട്ട് റെഡിയാക്കിയാണ് വെക്കുക. പിന്നെ നമ്മൾ ചമ്മന്തി ഉണ്ടാക്കാൻ ഒരു പണി ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ചുവന്നുള്ളി തൊലി കളഞ്ഞെടുക്കണം, വെളുത്തുള്ളി തൊലിയോട് കൂടിയിരിക്കണം, ഇഞ്ചി ഒരു കുഞ്ഞ് പീസ് മതി, ഇഞ്ചിൻ്റെ ചുവ ഓവറാക്കരുത്. മുളക് നല്ല എരിവുള്ളതാണെന്നുണ്ടെങ്കിൽ എരിവിനനുസരിച്ച് നമ്മൾക്ക് എത്രയാണോ എരിവ് അത്ര. അപ്പോൾ ഞാൻ ആദ്യം കേകി ബോളാക്കി വെച്ച് നമ്മളെ പുളിത കുത്തറിലാണ് കേട്ടോ, കുത്തി ചതച്ചെടുത്തൊരു ചമ്മന്തിയാണ്, അരച്ചെടുക്കണ ചമ്മന്തി അല്ല കേട്ടോ. ഇപ്പോൾ അമ്മീമേൽ ഉണ്ടാക്കുകയാണെങ്കിലും ചതച്ചിട്ടാൽ മതി, മിക്സിയിൽ ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. എന്നിട്ട് പുളി ചതച്ചു, ഇഞ്ചി ചതച്ച്, വെളുത്തുള്ളി ചതച്ച്, ഇങ്ങനത്തെ ചുവന്നുള്ളി ചതക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അങ്ങനെ ചതച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചതഞ്ഞ് കിട്ടി. നമ്മളെ വയലറ്റ് മുളക് ഭയങ്കര എരിവാണ് കേട്ടോ. അപ്പോൾ വയലറ്റ് മുളകും കൂടെ ഇട്ടെടുത്ത് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക സ്പൂൺ കൊണ്ട്. പിന്നെ ഒന്നും കൂടെ നമ്മളെ അമ്മിക്കുട്ടി കൊണ്ട് ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്കൊരു പ്ലേറ്റൊക്കെ മാറ്റി വെക്കാം. നമ്മളെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. പച്ച വെളിച്ചെണ്ണ മേലെ കൂടെ ഒറ്റിച്ച് കൊടുത്താൽ അടിപൊളി.